എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിന്നും വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അതായത് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്നുകിൽ കോളേജിൽ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് എത്ര മണിക്ക് പ്രസിദ്ധീകരിക്കും എന്ന് ചോദിച്ചാൽ ഇന്ന് 12 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് FYUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ആവുന്നതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാപ്പ് ID കൊടുക്കാനും സെക്യൂരിറ്റി കീ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. അഥവാ നിങ്ങളുടെ ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനടിയിലായിട്ട് തന്നെ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത പേജിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഇമെയിൽ ID ഏതാണോ കൊടുത്തത് അതുപോലെ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തത് അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്ക് ഈ ഒരു ഇമെയിലായിട്ടും SMS ആയിട്ടും നിങ്ങളുടെ ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഒരു ലോഗിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ മാൻഡറ്ററി ഫീ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ കാണാം. അവിടെയുള്ള ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അടുത്ത പേജിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 575 രൂപയും SC ST അതുപോലെ തന്നെ OBC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് 145 രൂപയുമാണ് മാൻഡറ്ററി ഫീസ് വരിക. അപ്പോൾ ഈ ഒരു മാൻഡറ്ററി ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ച് അടക്കാം. UPI വെച്ച് അടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആവുന്നതായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾ നെറ്റ് ബാങ്കിങ് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്വന്തമായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സെക്യൂരിറ്റിക്കും ക്യാപ്പ് IDയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നിങ്ങൾക്ക് ആ ഒരു ഫീസ് ഇനത്തിൽ അടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചലാൻ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനിലെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് മാൻഡറ്ററി ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാൻഡറ്ററി ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാൻഡറ്ററി ഫീസിൻ്റെ റെസിപ്റ്റ് കിട്ടുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആ ഒരു ടൈമിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇവിടെ മറ്റൊരു ടാബ് കൂടി കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറഞ്ഞുള്ള ഒരു പുതിയൊരു ടാബ് വരുന്നതാണ്. നിലവിൽ ഇപ്പോൾ ആ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. എന്നാൽ പുതുതായിട്ട് വരുന്ന ആ ഒരു സ്ക്രീനിൽ ചിലപ്പോൾ ആ ഒരു പുതിയ ടാബായിട്ടായിരിക്കും അല്ലെങ്കിൽ മാൻഡറ്ററി ഫീസിൻ്റെ ആ ഒരു പേജിലായിരിക്കും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ പേജിലായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയുടേത് വരിക. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഏതിലാണ് അലോട്ട്മെൻറ്റ് മെമോ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തെളിവാണ് അലോട്ട്മെൻറ്റ് മെമോ. അതിൽ നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെയും നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ആണ് അലോട്ട്മെൻറ്റ് മെമോയിൽ ഉണ്ടാവുക. അപ്പോൾ അത് പ്രകാരം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമോയും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾക്ക് അതായത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾ പ്രിൻ്റ് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു 3 കോപ്പി എടുക്കുക. അതിൽ 2 കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം ഭാവി ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം സ്കോളർഷിപ്പോ മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾക്ക് അത്
പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം ചില സമയത്ത് വെബ്സൈറ്റിൽ പിന്നീട് ആ ഒരു മെമ്മോ ലഭ്യമാവുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ 1-2 കോപ്പികൾ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കോപ്പി എടുത്ത് സൂക്ഷിച്ച് വെക്കുക. കാരണം ഫോണിൽ PDF ആയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് അത് ഡിലീറ്റ് ഒക്കെ ആയി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അഥവാ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഹാർഡ് കോപ്പി, അതായത് ഒരു പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് വേണ്ട, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് മതി, അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് മാറില്ല. കാരണം ഫസ്റ്റ് ഓപ്ഷനാണ്, ഇതിന് മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന് താഴെ 2-3 ഓപ്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ച് വരില്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല, അത് ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് ഏതാണോ ആ ഒരു സീറ്റായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ആയിട്ട് ഉണ്ടായിരിക്കുക. അതേസമയം ഇവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നാൽ ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 3ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ ആ ഒരു 3ാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ 4-5 ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ാമത്തെ ഓപ്ഷനിൽ ഇവിടുത്തെ മാൻഡേറ്ററി ഫീസ് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജിലായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിലേക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ച് മാറാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളൂ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പുതുതായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉള്ളത്, അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഏത് കോളേജാണോ അഡ്മിഷൻ നേടാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കോളേജിലാണ് നിങ്ങൾ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ ആയിട്ട് നേടേണ്ടത്. ചില കോളേജിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം, അതായത് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഒരു ജൂൺ 28 മുതൽ 30-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയി, 30-ാം തീയതിയല്ല, ഒരു ജൂലൈ 2-ാം തീയതി വരെയാണ്, അത് ജൂൺ 28 മുതൽ ജൂലൈ 2-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാം. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 7-ാം തീയതിയാണ് പറയുന്നത് എങ്കിൽ കൂടി അത് യൂണിവേഴ്സിറ്റി നേരത്തെ സാധാരണ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സമയം അനുവദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ട കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുക, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതേസമയം ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ടെമ്പററി അഡ്മിഷനെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടമാകുന്നതായിരിക്കും. അതായത് ജൂലൈ 2-നുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.